നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് പി എസ് സിയുടെ സിലബസിലുള്ള കലകൾ എന്ന ഭാഗത്തിലെ കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കുറച്ച് സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചും അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അത് നിലവിൽ വന്ന വർഷം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് കേരള സാഹിത്യ അക്കാദമി. 1956 ഓഗസ്റ്റ് 15 തിരുക്കൊച്ചി ഗവൺമെൻറ് കേരള സാഹിത്യ അക്കാദമി രൂപവൽക്കരിച്ചു. പിന്നീട് 1956 ഒക്ടോബർ 15 തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഈ കേരള സാഹിത്യ അക്കാദമി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. 1956 ഓഗസ്റ്റ് 15 രൂപവൽക്കരിച്ചത്. പിന്നീട് 1956 ഒക്ടോബർ 15 ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവാണ്. 1958 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. ആദ്യ സെക്രട്ടറി പാലാ നാരായണൻ നായർ. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ, ആദ്യ സെക്രട്ടറി പാലാ നാരായണൻ നായർ. ഇനി നിലവിലെ പ്രസിഡന്റ് അതാണ് K സച്ചിദാനന്ദ്. നിലവിലെ സെക്രട്ടറി CP അബൂബക്കർ. ആ പേരുകളെല്ലാം ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഈ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുക, മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുക, ജനങ്ങളുടെ സാഹിത്യ അഭിരുചി വളർത്തുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം ആവിഷ്കരിക്കുക, കലാശാല വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാഹിത്യ പഠന കളരികൾ നടത്തുക, ഇവയെല്ലാമാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി കൈരളി ഗ്രാമം എന്ന പേരിൽ സാഹിത്യകാരന്മാർക്കായി 5 എഴുത്തുമുറികൾ ഈ കേരള സാഹിത്യ അക്കാദമിയിൽ ഉണ്ട്. കൈരളി ഗ്രാമം എന്ന പേരിൽ സാഹിത്യകാരന്മാർക്കായി 5 എഴുത്തുമുറികൾ ഈ കേരള സാഹിത്യ അക്കാദമിയിൽ നിലവിലുണ്ട്. ഇത്രയാണ് കേരള സാഹിത്യ അക്കാദമിയെക്കുറിച്ച് പറയാനുള്ളത്. കേരള സംഗീത നാടക അക്കാദമി 1958 ഏപ്രിൽ 26 ഇത് രൂപീകരിച്ചത്. കേരളത്തിലെ സംഗീതം, നൃത്തം, നാടകം, നാടൻ കലകൾ എന്നിവയെ പരിപോഷിപ്പിക്കുന്നതിനും പുരോഗതിക്കും വേണ്ടിയാണ് ഈ കേരള സംഗീത നാടക അക്കാദമി രൂപീകരിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതിൻ്റെ ദ്വിമാസികയാണ് 1963 പുറത്തിറങ്ങിയ കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാൻ ആയിരുന്നു. നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇത്രയാണ് കേരള സംഗീത നാടക അക്കാദമിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി. 1995 ജൂൺ 28 ഫോക്ലോർ അക്കാദമി സ്ഥാപിച്ചത്. കേരളത്തിൻ്റെ മൺമറഞ്ഞു പോകുന്ന നാടൻ കലാസമൃദ്ധിയെ വീണ്ടെടുത്ത് പരിപോഷിപ്പിക്കുക, കൂടുതൽ ജനകീയമാക്കുക എന്നിവയാണ് ഈ കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ ആസ്ഥാനം കണ്ണൂരിലാണ്. അനുഷ്ഠാന കലകളായ തെയ്യം, പടയണി, മംഗലംകളി, ഗദ്ദിക, മലയൻകെട്ട, ദേവക്കൂത്ത്, പൂരക്കളി, കാളിയോട്ട്, മുടിയേറ്റ്, കന്യാർകളി തുടങ്ങിയതെല്ലാം ശില്പരൂപത്തിൽ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി പൊലി എന്നൊരു ജേണൽ കൂടി ഈ അക്കാദമി പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേണലാണ് പൊലി. ഇതിൻ്റെ ആദ്യ ചെയർമാൻ G ഭാർഗവൻ പിള്ളയാണ്. നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. ഇത്രയാണ് ഫോക്ലോർ അക്കാദമിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് കേരള ലളിതകലാ അക്കാദമി. 1962 നവംബർ 22 കേരള ലളിതകലാ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. ചിത്രം, ശില്പം, വാസ്തുശില്പം മുതലായ കലകളുടെ പരിപോഷണത്തിനും വികസനത്തിനും വേണ്ടിയാണ് ഈ ലളിതകലാ അക്കാദമി സ്ഥാപിച്ചത്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജയാണ്. നിലവിലെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി
ചേരോത്ത്. സംസ്ഥാന ലളിതകലാ പുരസ്കാരം, രാജാ രവിവർമ്മ പുരസ്കാരം തുടങ്ങിയവ അക്കാദമി കലാകാരന്മാർക്ക് വേണ്ടി നൽകുന്ന പ്രധാന അംഗീകാരങ്ങളാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 ഓഗസ്റ്റ് 17 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരാണ് ഈ ചലച്ചിത്ര അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മലയാള ചലച്ചിത്രത്തിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഈ അക്കാദമിയുടെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിനാണ് സംസ്ഥാന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ നടത്തിപ്പിൻ്റെ പ്രധാന ചുമതല. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ടെലിവിഷൻ അവാർഡുകൾ, JC ഡാനിയൽ പുരസ്കാരം എന്നിവ തീരുമാനിക്കുന്നതും ഈ ചലച്ചിത്ര അക്കാദമിയാണ്. നിലവിലെ അതിൻ്റെ ചെയർമാനാണ് രഞ്ജിത്ത്. അടുത്തത് കേരള കലാമണ്ഡലം. 1930 നവംബർ 9 കലാമണ്ഡലം പ്രവർത്തനം തുടങ്ങിയത്. മഹാകവി വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ ദൃശ്യശ്രവ്യ കലകളുടെ സംരക്ഷണത്തിനും വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. 1957 കേരള കലാമണ്ഡലത്തിൻ്റെ ഭരണം കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു. 2007 കൽപ്പിത സർവകലാശാല പദവിയും ഈ സ്ഥാപനത്തിന് തേടിയെത്തി. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഈ കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ അതാണ് ഡോക്ടർ മല്ലിക സാരാഭായ്. അടുത്തത് കേരള സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 1968 സെപ്റ്റംബർ 16 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ നളന്തയിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന പ്രചരണത്തിനും വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ഈ സ്ഥാപനം രൂപീകരിച്ചത്. കലാശാലകൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖ്യ പ്രവർത്തനമാണ്. വിജ്ഞാന കൈരളി എന്നൊരു മാസികയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു NV കൃഷ്ണവാര്യർ. അടുത്തത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. 1981 മെയ് 27 കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്ന രീതിയിൽ ബാലസാഹിത്യ കൃതികളിലൂടെ അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. തളിർ എന്നൊരു മാസിക കൂടി ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അടുത്തത് കുമാരനാശാൻ സ്മാരകം. ആദ്യ കേരള മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയാണ് 1958 മഹാകവി കുമാരനാശാൻ്റെ സ്മാരകത്തിന് തോന്നക്കലിൽ ശിലയിട്ടത്. മുൻ മുഖ്യമന്ത്രി R. ശങ്കർ ആയിരുന്നു ഈ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ പ്രഥമ ചെയർമാൻ. കുമാരനാശാൻ്റെ വീട് തനത് രൂപത്തിൽ തന്നെ ഇവിടെ സംരക്ഷിക്കുന്നു. അടുത്തത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ. കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടെ നിർമ്മിച്ച വിവിധോദ്ദേശ സാംസ്കാരിക നിലയമാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ. 2001 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ എഴുത്തുമുറിയും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുള്ളത് മറ്റൊരാകർഷണമാണ്. തിരുവനന്തപുരത്തെ നളന്തയിലാണ് ഈ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ. അടുത്തത് കണ്ണശ സ്മാരക ട്രസ്റ്റ്. 1981 ഓഗസ്റ്റ് 30 ഇത് ആരംഭിച്ചത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്.
നിരണം കണ്ണശ കുടുംബത്തിലെ കവികളായ രാമപ്പണിക്കരുടെയും മാധവപ്പണിക്കരുടെയും സ്മരണാർത്ഥമാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. എല്ലാ വർഷവും സാഹിത്യ മേഖലയിലുള്ളവർക്കായി കണ്ണശ പുരസ്കാരവും ഈ ട്രസ്റ്റ് നൽകി വരുന്നുണ്ട്. അടുത്തത് ഉള്ളൂർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ. 1965 ഒരു ലൈബ്രറി ആയാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് 1966 ജൂലൈയിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇത് ഉദ്ഘാടനം ചെയ്തു. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 1978 അനൗപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി സെൻറ്റർ തുറന്ന ഈ കേന്ദ്രത്തിൽ സംസ്കൃതം, മലയാള സാഹിത്യം, കവിത, ടെലികാസ്റ്റിംഗ് എന്നീ ക്ലാസുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകങ്ങൾ. ഒരാളുടെ പേരിൽ തന്നെ 2 സ്മാരകം ഉയർന്നിട്ടുള്ള അപൂർവ വ്യക്തികളിൽ ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. അമ്പലപ്പുഴ. 1967 അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം തുള്ളൽ എന്ന കല ആദ്യമായി രൂപം കൊള്ളുകയും അവതരിപ്പിക്കുകയും ചെയ്ത ആലപ്പുഴയിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സർക്കാർ നിർമ്മിച്ച ആദ്യ സ്മാരകം. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ ക്ലാസുകൾ അല്ലെങ്കിൽ തുള്ളൽ നമ്പ്യാന്മാരുടെ കവിതകളെക്കുറിച്ചുള്ള ഗവേഷണം, സ്കൂളുകളിൽ തുള്ളൽ അവതരണം, വേലകളി, ചെണ്ട തുടങ്ങിയവയിലും ഇവിടെ നിന്ന് പരിശീലനം നൽകുന്നുണ്ട്. കിള്ളിക്കുറിശി മംഗലം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മനാടായ ഒറ്റപ്പാലം ലക്കടിയിലുള്ള കിള്ളിക്കുറിശി മംഗലത്താണ് രണ്ടാമത്തെ സ്മാരകം നിർമ്മിച്ചത്. 1975 സെപ്റ്റംബറിലാണ് കിള്ളിക്കുറിശി മംഗലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭവനമായ കലക്കത്ത് വീടിനെ സർക്കാർ സ്മാരകമായി അംഗീകരിച്ചത്. ഇവയാണ് കുഞ്ചൻ നമ്പ്യാരുടെ 2 സ്മാരകങ്ങൾ. അടുത്തത് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഗുരു ഗോപിനാഥിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി 1995 ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. സംഗീതവും നൃത്തവും ഉപകരണ സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് മികച്ച പരിശീലനം നൽകുകയാണ് ഈ ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. തകഴി സ്മാരക മ്യൂസിയം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ശങ്കരമംഗലത്ത് വീട്ടിലാണ് തകഴി സ്മാരക മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ശങ്കരമംഗലം 2000 കേരള സർക്കാർ ഏറ്റെടുക്കുകയും 2001 മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. എഴുത്തുകാരൻ്റെ പേന, കണ്ണട, വസ്ത്രങ്ങൾ, എഴുത്തുകാരൻ നേടിയ അവാർഡുകൾ, സമ്മാനങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം ഈ തകഴി സ്മാരക മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം പ്രദർശിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക മ്യൂസിയമാണ് ഈ തകഴി സ്മാരക മ്യൂസിയം. മ്യൂസിയത്തിന് പിന്നിൽ തകഴിയുടെ വെങ്കല പ്രതിമയും കാണാം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് ഒരു സിനിമാ സംസ്കാരം വികസിപ്പിക്കുന്നതിനോടൊപ്പം മലയാള സിനിമയുടെ നിർമ്മാണവും പ്രമോഷനും സുഗമമാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ്. 1975 ജൂലൈ 23 ഈ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു. സ്വന്തമായൊരു സ്റ്റുഡിയോ സമുച്ചയം ഉണ്ടാക്കുന്നതിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയും സ്ഥാപിച്ചു. ഇവിടം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾക്കും ദേശീയ ചലച്ചിത്രമേളകൾക്കും ആതിഥേയത്വം വഹിക്കുന്നു. എലിപ്പത്തായം എന്ന ചിത്രത്തിലൂടെയാണ് ഈ കോർപ്പറേഷന് ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ വഴുതക്കാടാണ്. ഇനി നമുക്ക് കുറച്ച് സാംസ്കാരിക കേന്ദ്രങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കാം. മഹാകവി പി സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. മൂലൂർ സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിലാണ്. തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ മലപ്പുറത്തെ തിരൂരാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം മലപ്പുറത്തെ കൊണ്ടോട്ടിയിലാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം വൈപ്പിൻ ദ്വീപിലെ ചെറായിയിലാണ്. AR രാജരാജവർമ്മ സ്മാരകം ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. ശ്രീ സ്വാതി തിരുനാൾ സംഗീത സഭ
ഇത് തിരുവനന്തപുരത്താണ്. ഇത്രയും കേരള സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റായ എല്ലാ കേരള സാംസ്കാരിക സ്ഥാപനത്തെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം. നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.